ഹായ്, വെൽക്കം ടു സിംപ്ലി ശ്രീ ചാനൽ അല്ലേ, യൂട്യൂബ് ചാനൽ. ഒന്നല്ല, ഞാനൊരു ഇപ്പോൾ സമയം ടൈം ഏതാണ്ട് ഒരു 7:15 ആവുന്നുണ്ട് രാത്രി. അപ്പോൾ നല്ല ചൂട്, പുറത്തൊക്കെ ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റണില്ല. എന്താണെന്നറിയില്ല, അകത്ത് വന്നപ്പോഴും ഭയങ്കര ചൂട് തോന്നി. അപ്പോൾ ഒന്ന് AC ഓണാക്കിയതാണ്. AC ഓണാക്കിയപ്പോൾ തീരെ തണുവില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏട്ടനും പറയുന്നുണ്ട് AC-യുടെ വിൻഡോ ഒന്ന് നോക്കി നോക്കുക, അതിൻ്റെ ഉള്ളിൽ നെറ്റ് ക്ലീൻ ചെയ്താൽ മതി ഒന്ന്. അപ്പോൾ എനിക്കത് തുറക്കാനൊക്കെ ഒരു പേടി എപ്പോഴും. അപ്പോൾ നമ്മളെപ്പോഴും സർവീസ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുകയാണ് പതിവ്. അപ്പോൾ ഇത്തവണ ഇന്ന് എനിക്ക് തോന്നി ഒന്ന് ചെയ്ത് നോക്കി നോക്കാമെന്ന്. ചെയ്ത് നോക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നി. എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളോടൊക്കെ ഒന്ന് പറയാം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ AC ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ കാണിച്ചു തരാം. ഇതാ നമ്മുടെ AC ഇടാ, വോൾട്ടാസിൻ്റെ ആണ്. പൊടിമോളെ ഇവിടെ അമ്മ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ AC ഇത് തുറക്കാൻ വേണ്ടിയിട്ട് പോലത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ. ഓക്കെ, അത് കാണാനില്ല. അപ്പോൾ തൽക്കാലം എന്താ ഇപ്പോൾ ഇതുണ്ടല്ലോ, AC-യുടെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഇതില്ലേ, ഇതൊന്നും നമ്മൾ ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇതാക്കി. അതുപോലെ തന്നെ ഇവിടുന്ന് ഒന്ന് ഇതേപോലെ തന്നെ ലേശം ടൈറ്റ് ഉണ്ടാവും, പേടിക്കൊന്നും വേണ്ട, ഇത് വിടിയിപ്പിക്കാം. പിന്നെ ഇതിൻ്റെ വിടാനായിട്ടുള്ള ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഉള്ളിൽ ഇതുപോലെ ഒരു ചാവിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടാക്കി കഴിഞ്ഞതേ നമുക്ക് ഈ വിൻഡോ ഇതുപോലെ ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. ഓപ്പൺ ആക്കിയപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു വിൻഡോ. ഇതാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച ഭാഗം. ഓക്കെ, ഈ ഒരു വിൻഡോ എന്തുമാത്രം പൊടിയാന്നുള്ളത്. അപ്പം നമുക്കിത് എടുത്തു നോക്കാം കേട്ടാ. ഇവിടുന്ന് ഈ ഒരു കാണുന്ന ഭാഗം പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് വലിച്ചാൽ മതി. ഇതിങ്ങനെ വലിച്ച് കിട്ടും. നോക്ക്, ഇതുമുള്ള ചളി പൊടി ഭയങ്കര ഒത്തിരി പൊടിയുണ്ട്. ഈ പൊടി ഇരുന്നാൽ പിന്നെ എങ്ങനെയാ നമുക്ക് കാറ്റ് കിട്ടുക? ഇനി മറ്റേത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച വിൻഡോ കാണിച്ചേരേ. ഇത് പിടിച്ച പൊടി മോളെ, ഈ ക്ലീൻ ചെയ്ത് വെച്ച വിൻഡോ ഇവിടെ നമ്മൾ വലിച്ചെടുത്ത് ഇങ്ങോട്ട് കാണിച്ചു ഈ പൊടി മോളെ. ഈ വിൻഡോ ഇങ്ങനെ ഇരിക്കേണ്ട വിൻഡോ ഇത്രയും പൊടി നിറഞ്ഞിട്ടാണ് ഇരിക്കണത്. ഓക്കെ, നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാൻ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. ഇതിങ്ങനെ കാണാനുണ്ട്, ഇതിൻ്റെ ഇടയിലൊരു ഇതിങ്ങനെ കയറ്റാൻ പറ്റുന്ന പോലെ 2 സൈഡിലുണ്ട്. ആ 2 സൈഡിലേക്കും ഇത് നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിലായില്ലേ, 2 സൈഡിലും അതിൻ്റെ ഉള്ളിൽ കയറ്റി നമ്മളിത് ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുക. ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ തള്ളി കൊടുക്കുക ഉള്ളിലേക്ക്. ഇതാക്കണ്ട, തല്ലി അകത്ത് കയറ്റി ഇതിൻ്റെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയാൽ ഇത് അതിൻ്റെ ഉള്ളിൽ പ്രസ്സായിരുന്നു. ഇത്രേ ഉള്ളൂ. പിന്നെ ഈ ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. അത് ഇവിടെയും പൊടിയാണ്. ഇനി നമുക്ക് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇതാണ്, നെറ്റാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഈ നെറ്റിന് നമുക്ക് കഴുകാം കേട്ടാ. കാണിച്ചപ്പോൾ ഇത് നമുക്കിത് നനയ്ക്കരുത്. നനയ്ക്കാണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ കുത്തിയാൽ പൊടിയൊക്കെ നല്ല രീതിക്ക് പോവും. ഇതൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഓക്കെ, നമുക്ക് ഇത്രയും പൊടി ആ നെറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ കളഞ്ഞു, നമ്മൾ നെറ്റോടെ വെച്ചു. ഇനി നമുക്കൊന്ന് ടാപ്പിൽ കഴുകിയെടുക്കാം. നമ്മളിത് കഴുകി. ഓക്കെ, കഴുകിയെടുത്തു. ഇനി ഇത് നമ്മൾ നല്ലൊരു തുണി വെച്ചിട്ട് നല്ല വൃത്തിക്ക് നീറ്റായിട്ട് വെള്ളം നനവൊന്നും ഇല്ലാണ്ട് തുടച്ചെടുക്കണം. ഓക്കെ, അത് കണ്ടില്ലേ, നല്ലപോലെ നീറ്റായിട്ട് തുടച്ചിട്ട് അതിൻ്റെ വെള്ളം നനവൊക്കെ ഒന്ന് കളയണം. ഓക്കെ, ഇനി നമ്മളിത് നല്ല നീറ്റായിട്ട് നമ്മൾ തുടച്ച് വെള്ളം നനവൊന്നും ഇല്ലാണ്ട് തുടച്ചെടുത്തത് പൊടിയാണ്. ഇനി ഞാൻ ഈ ഒരു ഭാഗം ഇത് നല്ല വൃത്തിക്ക് ഈ ഭാഗമൊക്കെ അവിടെയൊക്കെ പൊടി ഒക്കെ നല്ലതിൽ തുടയ്ക്കുക. ഉള്ളിലത്തെ ഈ ഭാഗത്തൊക്കെ ഈ ഭാഗം നോക്ക്, ഇവിടെയൊക്കെ നിറച്ച് പൊടിയാ. ഇതൊക്കെ തുടച്ച് കളയാം. ഓക്കെ, തുടച്ചിട്ട് ഇനി അത് വെക്കുന്നത് കാണിച്ചാരേ.
ഓക്കെ, ഇപ്പം ഞാനിത് ഒരുവിധമൊക്കെ നല്ല നീറ്റായിട്ട് തുടച്ചിട്ടുണ്ട്. ഇതാ ഇനി ഇതാ ഈ നെറ്റ് ഞാൻ കാണിച്ചേരേ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ട, ഈ രണ്ട് സൈഡിലും. ആ രണ്ട് സൈഡിലും ഇത് കയറ്റി വയ്ക്കുക കണ്ട. ഇതാ ഇവിടെയും ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയും ഒരു കൈ കൊണ്ട് ഇത് വെക്കുകയും ചെയ്യുമ്പോഴേ എനിക്കാണ്ട് കറക്റ്റ് ആവണില്ല. എന്നാലും ഒരുവിധമൊക്കെ ഞാൻ ഇതാ നമ്മളതൊന്ന് തള്ളി മുകളിലേക്ക് തള്ളി കൊടുക്കേ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണമാണ് ഈ ഒരു ബുദ്ധിമുട്ടിട്ടാ, ഇല്ലെങ്കിൽ ഇത്ര പ്രശ്നം വരില്ല. നമ്മളൊരു കൈ കൊണ്ടാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടത് തള്ളി കൊടുത്തിട്ട് ആക്കാനായിട്ട് പറ്റും. അതൊന്ന് ആക്കിയിട്ട് ഇനി കാണിച്ചാലേ. ഇത് കറക്റ്റ് എനിക്ക് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ നെറ്റ് ആകുമ്പോൾ ശരിക്കാക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ ഫോണോട് വെച്ചിട്ട് കറക്റ്റ് ആക്കി വെക്കുമ്പോൾ ഇതാ ഇങ്ങനത്തെ ഈ ഭാഗം ഫ്രണ്ടിലേക്കായിട്ട് വയ്ക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ട് ഇതാ ഈ ഒരു ഭാഗം കണ്ട ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് താഴത്തേക്ക് ആക്കിയാൽ ഇതവിടെ ലോക്കാവും. ഓക്കെ, ഇപ്പം അത് ലോക്കായി വേണ്ട. ഇപ്പം അതല്ല നീറ്റായില്ലേ, വൃത്തിയായി. ഇനി നമുക്കിതാ കറക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇതാ ഇതുപോലെ അടയും. ഇതാ ഇവിടെയും ലോക്കാക്കാം. ഇതാ പൊടിമുളി ഇവിടെ കയറി നിൽക്കുന്നുണ്ട്. അതിൻ്റെ മേലല്ലേലും എന്തിൻ്റെങ്കിലും ഇത് വലിയ കയറാനാ മൂപ്പർക്ക് ഇഷ്ടം. ഇതാ ഇവിടെ ഒന്ന് നമ്മൾ ഇതാ ഒന്ന് ടൈറ്റ് ചെയ്തു. ഇനി ഇവിടെ ഒന്ന് കണ്ട. ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എ സിയുടെ ഉള്ളിലെ നെറ്റുമുള്ള ആ പൊടി നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് നോക്കി നോക്കുക. കേട്ടോ, വീട്ടിൽ എ സി ഉണ്ട്, തണുപ്പൊക്കെ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ ഒന്ന് ഇതുപോലെ എടുത്തിട്ട് നെറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിനുണ്ട് ഒരാളെ സർവീസ് ചെയ്യാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ 500 രൂപ എന്തായാലും കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു എന്താ പറയുക ഹെൽപ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ. അതുപോലെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മുന്നേ ചെയ്യുന്നവരാണെങ്കിൽ അവരും ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞതിന് ശേഷം ചെയ്യാൻ നിങ്ങൾ ഓക്കെ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ എനിക്കതും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാനത് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതാണ് ഒരു കുഞ്ഞൊരു വീഡിയോ എടുത്തിട്ട്. പിന്നെ അത് തുറക്കാൻ കിട്ടിയപ്പോൾ സന്തോഷമായി. അതിൻ്റെ ഉള്ളിലത്തെ ഈ പൊടി ഇത്രയും കണ്ടപ്പോൾ ഓക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതിൻ്റെ കൂടുതൽ സന്തോഷം. അപ്പോൾ എനിക്ക് തോന്നിയതാണ് അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, അതൊന്ന് വീഡിയോ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാത്തവരെ ചെയ്ത് നോക്കുക. മറ്റുള്ളവർക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താ പറയുക ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ മുന്നേ ചെയ്തിട്ടുള്ളവരും ഇത് അറിഞ്ഞതിന് ശേഷം ചെയ്തവരും നല്ലതാണെന്ന് തോന്നുക ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അങ്ങനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് മനസ്സിൽ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.